ഇത് റിയൽമിയുടെ പുതിയ സ്മാർട്ട് ഫോൺ റിയൽമി നറൂട്ടോ എഡിഷൻ സ്മാർട്ട് ഫോൺ. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് എന്താണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പരിശോധിക്കാം. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ബോക്സിനകത്താണ് നമുക്ക് ഈ ഒരു നറൂട്ടോ എഡിഷൻ സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. നമ്മൾ നറൂട്ടോ എന്ന ജപ്പാനീസ് അനിമേഷൻ ക്യാരക്ടറിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. നറൂട്ടോയുടെ ബാക്കിൽ കാണുന്ന ബാക്ക് പാക്കാണ് ഈ കാണുന്നത്. അത്തരമൊരു ബാക്ക് പാക്കിലാണ് ഇത്തവണ റിയൽമിയുടെ പുതിയ ഈ ഒരു സ്മാർട്ട് ഫോൺ നറൂട്ടോ എഡിഷൻ സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇവിടെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെയും നറൂട്ടോ എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഒരു ബാക്ക് പാക്ക് അതുപോലെ തന്നെ റിയൽമി എന്തായാലും റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ആദ്യമായിട്ടാണ് റിയൽമിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടൊരു സ്മാർട്ട് ഫോൺ അൺബോക്സിങ് വരുന്നത്. ഈ ഒരു പാക്കിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യസ്തത. സാധാരണ ഫോണുകളുടെ ബോക്സിൽ നിന്ന് വളരെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു നറൂട്ടോ എഡിഷൻ സ്മാർട്ട് ഫോൺ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്യാം, കണ്ടില്ലേ? അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ ഫോൺ ഇരിക്കുന്നു. ഓക്കെ, എന്ത് വ്യത്യസ്തമായിട്ടായിരിക്കുന്നത് നോക്കി. സാധാരണ സ്മാർട്ട് ഫോണുകളുടെ ബോക്സിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടൊരു പാക്കിങ്. യെസ്, ഇതാണ് അങ്ങനെ ഇരിക്കത്തില്ല അല്ലേ? ഇങ്ങനെ വയ്ക്കാൻ തോന്നും. ഇതാണ് നമ്മുടെ അപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു ബോക്സ്. ഇതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ഒന്നും ഇതിനകത്ത് ഇല്ല. അപ്പോൾ ഇതിങ്ങോട്ട് ഇരിക്കട്ടെ, നമുക്ക് ഫോണിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ആ നറൂട്ടോയുടെ ഒരു എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിയൽമി വേഴ്സസ് നറൂട്ടോ എന്നതുപോലെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് സാധാരണ ഫോണുകളിൽ അകത്ത് കൊടുത്തിരിക്കുന്ന ടൈപ്പ് കാര്യങ്ങൾ, അതായത് ഇതൊരു പേപ്പർ ബോക്സാണ് ആക്ച്വലി ഈ മുകളിലിരിക്കുന്നത്. അതിനകത്തായിട്ടാണ് വന്ന സാധനങ്ങൾ, അതായത് യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, അതുപോലെ സിം ഇജക്ടർ പിൻ. ഈ ഒരു സിം ഇജക്ടർ പിന്നിൻ്റെ ഷേപ്പ് നോക്കിയാൽ ക്യൂട്ട്, വെരി ക്യൂട്ട്. നറൂട്ടോയുടെ നെറ്റിയിലുള്ള ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു എംബ്ലമാണിത്. ആ ഒരു രീതിയിലാണ് ഈ ഒരു സിം ഇജക്ടർ പിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടിപൊളി. റിയൽമിയുടെ ഭാഗത്ത് നമ്മൾ റിയൽമിയുടെ എല്ലാ പ്രോഡക്റ്റുകളും ചെയ്യുന്നെങ്കിലും ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടൊരു പ്രോഡക്റ്റ് നമ്മൾ കാണുന്നത്. റിയൽമി നറൂട്ടോ എഡിഷൻ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇരിക്കുന്നു സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ ഫോണിൻ്റെ ബോക്സ് നമ്മൾ കറക്റ്റ് ചെയ്ത് പിടിച്ചില്ലെങ്കിൽ ആ ഫോൺ ഇതിനകത്ത് നിന്ന് തെറിച്ച് പോകുന്ന രീതിയിലാണ് ഇതിങ്ങനെ കണ്ടല്ലോ. ഓക്കെ അപ്പോൾ ഇരിക്കും സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. കൂടാതെ ഇതിൻ്റെ താഴെ ഇനിയുള്ളത് അടിപൊളി. അപ്പോൾ ഒരു ബാക്ക് കേസ്. ഞാൻ ഇതിനല്ല അടിപൊളി എന്ന് പറഞ്ഞത്. ഈ ബാക്ക് കേസ് ഒരു ഗ്രേ സ്റ്റോൺ ആണ്. എനിവേ, ഞാൻ അടിപൊളി എന്ന് പറഞ്ഞത് ഈ ഒരു സാധനത്തിന്. ഓക്കെ, ചാർജിങ് ബ്രിക്ക്. ഓറഞ്ച് കളർ. അപ്പോൾ ഈ ഒരു ചാർജിങ് ബ്രിക്കിൽ പോലും എന്തിനു പറയുന്നു, ഈ സിം ഇജക്ടർ പിന്നിൽ തന്നെ ആ ഒരു നറൂട്ടോ എഡിഷൻ്റെ ഇതായിട്ടുള്ള പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ചാർജിങ് ബ്രിക്കിലുമുണ്ട് അത്തരമൊരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു ചാർജർ മാക്സിമം 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടില്ല, ഇന്ത്യൻ പ്ലഗ് ടൈപ്പ് അല്ല ഇത്. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത സ്മാർട്ട് ഫോണാണ്, അതുകൊണ്ടാവണം ഇന്ത്യൻ പ്ലഗ് ടൈപ്പ് അല്ല. നമ്മളുടെ കയ്യിലേക്ക് ഇതിൻ്റെ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സാധാരണ ഇപ്പോൾ വരുന്ന മൾട്ടി സോക്കറ്റിനകത്ത് ഈ ടൈപ്പ് കണക്ട് ചെയ്യാൻ പറ്റും. ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് സി കേബിളാണ്. അപ്പോൾ ഈ ടൈപ്പ് സി കേബിളിനകത്ത് പോലും ആ ഒരു സ്പെഷ്യൽ എഡിഷൻ്റെ കളർ തീം, ഓറഞ്ച് കളർ തീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് C2C കേബിളാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിലും ആ ഒരു ഓറഞ്ച് ലൈനിങ് ഇതുപോലെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. എന്ത് തന്നെയായാലും മൊത്തത്തിൽ ഒരു അടിപൊളി സെറ്റപ്പ് ഇതിൻ്റെ മൊത്തം ഓരോ ആക്സസറീസിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബോക്സിൻ്റെ തന്നെ നോക്കി, ആ ഔട്ടർ സൈഡൊക്കെ കണ്ടില്ല, നല്ല രസമുണ്ട്, അടിപൊളി. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും എന്താ പറയുന്നത് ഇഷ്ടപ്പെട്ടൊരു ബോക്സ് കാണുന്നത്. അപ്പോൾ ബോക്സ് എല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഫോണിലേക്ക് വരാം. അപ്പോൾ നമ്മളുടെ സ്മാർട്ട് ഫോൺ ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്. അടിപൊളി കണ്ടല്ലേ? എൻ്റെ ഒരു ബാക്ക് ഡിസൈൻ നോക്കി, എൻ്റർലി ഡിഫറെൻറ്റ്. നമ്മൾ സാധാരണ കാണുന്ന ഏതൊരു സ്മാർട്ട് ഫോണിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ലുക്ക്. ഈ നറൂട്ടോയുടെ ഇവിടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ആ ഒരു നറൂട്ടോയുടെ നെറ്റിയിൽ ഇങ്ങനെ കാണുന്ന ഒരു റിബൺ പോലെ ഐറ്റം ഉണ്ട്. അതാണ് ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്യാമറ മൊഡ്യൂളായിട്ട്. ഇതെനിക്ക് തോന്നുന്നു മെറ്റാലിക് ഫ്രെയിമാണ് ഈ ഒരു ക്യാമറ മൊഡ്യൂൾ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഇതുപോലെ ആ ഒരു നറൂട്ടോയുടെ ആ ഒരു പല ലോഗോകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും അടിപൊളി. ഈ ഒരു ഓറഞ്ച് കളർ സൂപ്പറായിട്ടുണ്ട്, നല്ല രസമുണ്ട്. മാത്രമല്ല ഓറഞ്ച് കളർ വിത്ത് ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, ബ്ലാക്കാണ്. അപ്പോൾ ഈ ഒരു മൾട്ടി കളർ ഏരിയ അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ആരും ഒന്ന് നോക്കിപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഫോൺ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോയാലോ, അല്ലെങ്കിൽ കയ്യിലിങ്ങനെ പിടിച്ചിരുന്ന് ഫോണൊന്ന് കോൾ ചെയ്താലേ കണ്ടില്ലേ, ഭയങ്കര ഗെറ്റപ്പാണ്. ഇത്തരം ഫ്ലൂറസെൻ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഓൺ ചെയ്യാം. അപ്പോൾ പുറമേയാണ് നമുക്ക് ഈ ഒരു നറൂട്ടോ എഡിഷൻ്റെ ഒരു പ്രത്യേകതകൾ നമ്മൾ കണ്ടത്. ഇതിനകത്ത് എന്തെങ്കിലും ഇത്തരം മാറ്റങ്ങളുണ്ടെന്ന് കൂടി അറിയണ്ടേ. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം.
ഓൺ ചെയ്യുമ്പോൾ റിയൽമി പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നു. അതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ റിയൽമി എന്ന് എഴുതി കാണിച്ചതിനകത്തും വ്യത്യാസമില്ല. ഇവിടെ ആ ഒരു ലാംഗ്വേജ് സെലക്ഷൻ ഏരിയയിൽ ഫസ്റ്റ് ലാംഗ്വേജ് വന്നിരിക്കുന്നത് ചൈനീസാണ് കാണിക്കുന്നത്. ഫുൾ ചൈനീസാണ് തുടക്കം. നമുക്ക് ഇവിടുന്ന് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഫുൾ ഇംഗ്ലീഷിലേക്ക് മാറി. സാധാരണ സ്മാർട്ട് ഫോണുകളിൽ അത്തരമൊരു രീതി അല്ല, അതൊരു വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തു. ദെൻ ഇതെല്ലാം നമുക്ക് സെറ്റിങ്സ് എല്ലാം കൊടുത്തു പോവാം. നെറ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ പുറമേ കണ്ട നറൂട്ടോ എഡിഷൻ മൊത്തത്തിൽ നമുക്ക് ഇവിടെ അകത്തും കാണാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ഈവൻ ആ ഒരു ഡിഫോൾട്ട് വാൾപേപ്പർ തന്നെ കണ്ടില്ല, അതിനകത്തെല്ലാം ആ നറൂട്ടോ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് കൃത്യമായിട്ട് കാണിക്കുന്നത്. ഈവൻ ഇതിൻ്റെ ഐക്കൺസ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു നറൂട്ടോ തീംഡ് ആയിട്ടുള്ള ഐക്കൺസ് ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മൊത്തത്തിൽ. എന്ത് തന്നെയായാലും സംഭവം ഒരു കാര്യം പറയാൻ പറ്റുമോ, ഈ ഒരു നറൂട്ടോ എഡിഷൻ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നേരത്തെ റിയൽമി പുറത്തിറക്കി നമ്മൾ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തിയ റിയൽമി GT Neo 3 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, ആ ഒരു സെയിം സ്മാർട്ട് ഫോൺ, അത് ഫോൺ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സെയിം ഫോൺ മറ്റൊരു തീമിൽ പുറത്തിറക്കി എന്നുള്ളതാണ് നറൂട്ടോ എഡിഷൻ്റെ പ്രത്യേകത. മറ്റൊരു ന്യൂ എഡിഷൻ, ഒരു അനിമേറ്റഡ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ എഡിഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അകത്തെ ഇന്റർണൽ സ്പെക്ക് എല്ലാം റിയൽമി GT Neo 3യുടേതിന് സെയിം തന്നെയാണ്. ഇത് റിയൽമി GT Neo 3യുടെ പ്രത്യേകത എന്ന് പറയുന്നത് 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമായിട്ട് റിയൽമി പുറത്തിറക്കിയ സ്മാർട്ട് ഫോൺ എന്നുള്ളതും ആയിരുന്നു. മാത്രമല്ല ഇതിനകത്ത് വരുന്ന ഈ രണ്ട് ഫോണുകളിലും രണ്ടും സെയിം ഫോണാണ്, ഇന്റർണൽ സ്പെക്ക് എല്ലാം സെയിം. MediaTekന്റെ Dimensity 8100 എന്ന 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും കരുത്ത് പകരുന്നത്. അത് ഇക്വലന്റ് ടു സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്ന പ്രോസസർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ 50% ചാർജിങ്ങിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ റിയൽമി GT Neoയുടെ നോർമൽ എഡിഷനകത്ത് ഇത്തരത്തിലുള്ള വൈറ്റ് സ്ട്രിപ്പും ഒക്കെ ആയിട്ടാണ് വന്നിരുന്നത്. ഒരു റൈസിംഗ് സ്ട്രിപ്പ് എന്ന് സൂചന നൽകുന്ന തരത്തിലുള്ള സ്ട്രിപ്പും ഒക്കെ ആയിട്ട് വന്നിരുന്നു. പക്ഷേ നറൂട്ടോ എഡിഷനിൽ അത്തരം സ്ട്രിപ്പുകളൊന്നുമില്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ സൈസും ഡിസ്പ്ലേ സൈസും അതിൻ്റെ വെയ്റ്റും തിക്നെസ്സും എല്ലാം രണ്ടിലും സെയിം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്, 10-bit ഡിസ്പ്ലേ ആണ്. അതുപോലെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയും ഇതിനകത്തുള്ള ബാറ്ററി GT Neo 3ൽ 4500 mAh ആണ് നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ വെറും 15 മിനിറ്റ് കൊണ്ട് 100% ചാർജിങ്ങിൽ എത്തിക്കാൻ സാധിക്കും. എന്നാൽ 80 വാട്ടിൻ്റെ ഒരു ചാർജർ വരുന്ന മറ്റൊരു എഡിഷനും ഈ ഒരു GT Neo 3ൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഓർപ്പിക്കട്ടെ. ഇനി ക്യാമറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾറെഡി GT Neo 3 ചെയ്തുകൊണ്ടാണ്. ക്യാമറയുടെ കാര്യം പറഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, അത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസർ. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടുണ്ട്, ഹൈറസ് ഓഡിയോയുടെ സപ്പോർട്ടും ഒക്കെ റിയൽമി കൊടുത്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന, അതുപോലെ 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ എന്തായാലും ഗുഡ് ലുക്കിങ്ങിൽ അടിപൊളി ഒരു സെപ്പറേറ്റ് തീമിൽ റിയൽമി പുറത്തിറക്കി എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് എനിക്ക് അറിവായിട്ടില്ല. ഇതിൻ്റെ ഈ ഒരു പ്രൈസിങ് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ എത്രയാണ് എന്നുള്ളത് അറിഞ്ഞാൽ വീഡിയോയുടെ താഴെ അത് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തമ്പനയില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും.